പെട്ടെന്ന് വെളുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് വെളുക്കുക? വെളുക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും ആഗ്രഹിക്കുന്നത് ഏത് പ്രായത്തിലാണെങ്കിലും പെട്ടെന്ന് വെളുക്കണം, സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ആവണം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ കെമിക്കലോ കാര്യങ്ങളോ ഇല്ലാതെ സ്കിന്നിന് ഒരു രീതിയിൽ ദോഷമില്ലാതെ ഹെൽത്തി ആക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ പറ്റും, വെളുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ബാക്ക് ടു ടിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വെളുക്കുക, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കാരണം ചെറിയ പിള്ളേർ തൊട്ട് എത്ര ഏജുള്ളവരാണെങ്കിലും ശരി, നമ്മൾ നോക്കുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് വെളുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്കിൻ ടോൺ എന്താണോ അതിൽ നിന്നും മേളിൽ പോകണം, അല്ലെങ്കിൽ ഭയങ്കര വെളുത്തിരിക്കണം എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് രീതിയിലുള്ള കെമിക്കൽസ്, കാരണം ഞാൻ ഇത് എടുത്ത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പേഴ്സണൽ ഗൈഡൻസിലൂടെ ഞാൻ ഒരുപാട് പേരെ ഞാൻ കാണുന്നുണ്ട്. അതിൽ ഒരുപാട് പേരുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതുപോലത്തെ വൈറ്റനിങ് ക്രീമുകൾ ഉപയോഗിച്ച് സ്കിന്നിന് അത്രയും ഡാമേജ് സംഭവിച്ചിട്ടാണ് നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഒരുപാട് പേര് വൈറ്റനിങ് ക്രീമിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു റിയാക്ഷൻ ഒരു 6 മാസം കൊണ്ട് കിട്ടണമെന്നില്ല. ചിലവർക്ക് 2 മാസം 3 മാസം കഴിയുമ്പോഴേക്കും തന്നെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ സ്കിന്നിൽ അറിയാൻ പറ്റും. ചില ആൾക്കാർക്ക് 6 മാസമായിരിക്കും, ചിലവർക്ക് 1 വർഷമായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളത് നമ്മൾ സ്കിന്നിൽ സംഭവിച്ചേ തീരൂ എന്നുള്ളതിൽ ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ ആരെങ്കിലും സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ പ്രൊഡക്റ്റ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉറപ്പായിട്ടും 100% ഗ്യാരൻറ്റിയാണ് നിങ്ങൾക്ക് എന്തായാലും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ളത്. ഇത് നമ്മളെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് തിന്നാക്കി കളയും. നമ്മുടെ സ്കിൻ നമ്മളുടെ ജീവനില്ലാത്ത പോലെ ആക്കി കളയും. അപ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈവൻ നമ്മൾ സ്കിന്ന് വരെ പീലായി വരാനുള്ള ചാൻസ് ഉണ്ട്. കംപ്ലീറ്റ് ഡെഡാക്കുവാണ്, നമ്മൾ സെൽസിനെ കംപ്ലീറ്റ് ഡെഡാക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് സ്കിൻ വൈറ്റനിങ് ക്രീമുകൾ ഉപയോഗിച്ച് വെളുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. അതൊക്കെ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അതൊക്കെ ഫോളോ ചെയ്യാം. അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കറക്റ്റായിട്ട് ഒരു സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിന് ശരിക്കും നമ്മൾക്ക് എത്രത്തോളം അൺഈവൺ ആയിക്കോട്ടെ, എത്രത്തോളം ഡൾനെസ് ആയിക്കോട്ടെ, അതൊക്കെ മാറ്റി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. അതൊരു ഹെൽത്തി ആക്കിയിട്ട്, അതായത് നമ്മളെ സ്കിന്നിന് വേണ്ടത് എന്താണോ അത് നമ്മൾ ആരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ മീൻസ് ഇത് എന്താണെന്ന് അറിയാത്തവരുടെ കാര്യം പറഞ്ഞു, നോളജ് ഇല്ലാത്തവർ, നമ്മുടെ സ്കിന്നിന് എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നൊന്നും അറിയാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സ്കിന്നിന് എന്താണ് ആവശ്യം എന്നുള്ളൊരു നോളേജ് ഇല്ല. ഇവരെ വെച്ചുകൊണ്ടാണ് ഈ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് വെളുക്കുക എന്നുള്ളത് മാത്രമേ ചിന്തിക്കുള്ളൂ. നമ്മുടെ സ്കിന്ന് വെച്ചാൽ എന്താണ്, ഈ സെൽസിന് എത്രത്തോളം ഡാമേജ് സംഭവിക്കുന്നുണ്ടെന്നോ, ഇതിന് നമുക്ക് എന്താണ് ആവശ്യം, എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളതെന്നോ ഒന്നും തന്നെ അറിയാത്ത ഒത്തിരി പേരുണ്ട്. മനസ്സിലായോ? അപ്പോൾ പ്രോപ്പർ ഒരു സ്കിൻ കെയർ റൊട്ടീൻ, എന്താണ് ഈ സ്കിൻ കെയർ റൊട്ടീൻ എന്നുള്ളത് അറിയില്ല. സ്കിന്നിനെ എങ്ങനെയാണ് നമ്മൾ മോയ്സ്ചർ ചെയ്യേണ്ടത്, അതിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ട് അതറിയത്തില്ല. ഏത് പ്രായം മുതൽ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്നറിയത്തില്ല. ഇങ്ങനെയൊന്നും അറിയാത്തത് കൊണ്ട് പരസ്യം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, പരസ്യം മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ഒരുപാട് രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിലൂടെ നമുക്ക് അറിയാം ഒരുപാട് ഇഷ്യൂസ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആക്ച്വലി ഒന്നിൻ്റെയും കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കില്ല. ഇന്നൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം 1 മാസം കഴിയുമ്പോഴേക്ക് വേറെ പ്രൊഡക്റ്റിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ വേറെ, അങ്ങനെ പോയി നമുക്ക് എന്താ ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്കിൻ സെൽസ് ഡാമേജ് ആവും. അങ്ങനെ വരുമ്പോൾ ഒരു 40 കഴിയുന്നവരുടെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷനായി, ഡ്രൈനെസ്സായി, നമുക്ക് വളരെ നേരത്തെ തന്നെ റിങ്കിൾസും കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, മിസ്റ്റേക്കുകൾ നമുക്ക് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്കിന്നിന് എനിക്ക് ഭയങ്കര പിഗ്മെൻറ്റേഷൻ വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡോക്ടറെ കാണും. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ചിലപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റിലൂടെ കുറയ്ക്കാം, അല്ലെങ്കിൽ പീൽ ചെയ്യാം, ഇതൊക്കെ ചെയ്യും. എന്നിട്ടും അതും ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. 2-3 സിറ്റിംഗ് ഒക്കെ ചെയ്യും, അത് എനിക്കൊരു മാറ്റവും വരുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അത് അവിടെ തന്നെ വിടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ
ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ വെളുക്കണം അല്ലെങ്കിൽ ബ്രൈറ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താണ് ശരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എപ്പം മുതൽ നമ്മളൊരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം, എന്താണ് നമ്മൾ സ്കിൻ, ഫസ്റ്റ് അത് മനസ്സിലാക്കുക. കാരണം ഇവൺ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഞാൻ ശരിക്കും ഒരു സ്കിൻ കെയർ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 വർഷമേ ആയിട്ടുള്ളൂ. 15 to 18 വർഷം എങ്കിലും ആവും, അത്രയേ ഉള്ളൂ. ആ ഒരു ടൈം കാലഘട്ടം മുതലാണ് സ്കിൻ കെയറിന് ഞാനൊരു പ്രാധാന്യം കൊടുത്തത് കേട്ടോ. ഏകദേശം 15 to 18 വർഷം. കാരണം അതിനു മുമ്പ് എനിക്ക് തന്നെ എന്നെ അറിയാം. ആ ഒരു സമയത്ത് ബിഫോർ നമുക്കറിയാതെ നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റുകൾ, നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യുമല്ലോ അങ്ങനെ ഉപയോഗിച്ച പ്രൊഡക്റ്റുകൾ. അപ്പം നമ്മളുടെ സ്കിൻ ടെക്സ്ചർ എന്തായിരുന്നു, ഇപ്പോൾ നമ്മളെന്താണ് എന്നുള്ളൊരു വ്യത്യാസം നമുക്ക് നമ്മളിൽ തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ എന്നുള്ള ഒരാൾ ഒരിക്കലും എനിക്ക് വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഇതൊന്നും അല്ല. എൻ്റെ സ്കിൻ ഭയങ്കര അൺഈവണായിരുന്നു, ഭയങ്കര ഒരു ഡള്ളായിരുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നിൽ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ്, ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലൂടെയും ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, സ്കിൻ കെയറിന് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നതും ഫസ്റ്റ് മുതൽ അന്നത്തെ ദിവസം മുതൽ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ പറയുന്ന ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ ചെയ്യണം എന്നുള്ളത്. കാരണം ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ എന്നിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എൻ്റെ ബിഫോർ ഒരു സ്കിന്നിൻ്റെ രീതിയും അത് ഞാൻ എപ്പോഴാണോ ഒരു സ്കിൻ കെയറിലേക്ക് വന്നത് അതിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ പറയാം. അത്രയും ഡിഫറൻസ് നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുണ്ട്, എൻ്റെ സ്കിന്നിൽ വന്നിട്ടുണ്ട്. അതിൽ ഒറ്റ ഒരു റീസൺ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ ആ ഒരു പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 15 വർഷം മുമ്പ് ഞാൻ ക്ലെൻസ് ചെയ്തു, ടോൺ ചെയ്ത മോയ്സ്ചറൈസറിലൂടെ ആ ഒരു സ്കിൻ കെയർ റൊട്ടീനിലേക്ക് വന്നു. അവിടെ മുതൽ എൻ്റെ സ്കിന്നിൻ്റെ മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. അതല്ലാതെ നമുക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ തന്നെ ആയതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങൾക്കൊരു നല്ലൊരു സ്കിൻ ബ്രൈറ്റ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 15-16 വയസ്സിൽ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ടൈമിൽ കറക്റ്റായിട്ടുള്ള ഒരു മോയ്സ്ചർ ചെയ്യുക, ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, അത്രമാത്രം നമുക്ക് ചെയ്താൽ മതിയാവും. പക്ഷേ നമുക്കൊരു 30 ആയിട്ടുണ്ടെങ്കിൽ ഒരു 25 to 30 നമ്മൾ എന്ത് ചെയ്യണമെന്ന് നിർബന്ധമാണ്. അത് കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എത്രത്തോളം നമുക്ക് ആവശ്യമാണോ അതുപോലെ ആവശ്യമാണ് നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ എനർജി കിട്ടാനും നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കണം അല്ലേ. ഊർജ്ജം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക്, അല്ലെങ്കിൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അത് കഴിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാം, നമുക്ക് വണ്ടി ഓടത്തില്ല, അവിടെ കിടക്കും. അതുപോലെയാണ് നമ്മൾ സ്കിൻ സെൽസ് ഡാമേജ് ആവാതെ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൊടുക്കേണ്ട സംഭവങ്ങൾ കൊടുക്കണം. ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് വെള്ളം ഒഴിക്കുമ്പോഴാണ് അത് നന്നായിട്ട് വരിക അല്ലേ. അതുപോലെ നമ്മൾ സ്കിന്നെന്ന് വെച്ചാൽ കോടാനുകോടി സെൽസാണ് കൊണ്ട് നിർമ്മിച്ചത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ചെയ്യുന്ന ഒരാളുടെ സ്കിന്നിന് ഒരു കാരണവശാലും ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാവില്ല, ഡ്രൈനെസ് ഉണ്ടാവില്ല, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് എന്തറിയണം, നമ്മൾ സ്കിൻ ടൈപ്പ് എന്താണ്, സ്കിൻ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ നമ്മൾ ആദ്യം പഠിക്കുക. കറക്റ്റായിട്ടുള്ള സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ ആ ഒരു നമ്മുടെ സ്കിൻ ഓയിലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഓയിൽ ഫ്രീ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു ക്രീം ആൻഡ് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാം. അതിലും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക്, കാരണം ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ അത്രമാത്രം വൈഡായിട്ടുണ്ട്. ഓരോ ദിവസവും നമുക്ക് ഓരോ പ്രൊഡക്റ്റുകൾ നമ്മുടെ മുമ്പിൽ ഓൺലൈൻ വഴി എത്തിക്കുന്നുണ്ട്. ഇതിൽ ഏത് മേടിക്കണം നമുക്ക് തന്നെ അറിയത്തില്ല, അത്രയും കൺഫ്യൂഷനാണ്. അപ്പോൾ ഒട്ടും നോളേജ് ഇല്ലാത്തവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. എൻ്റെ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ കുറേ അവെയർനെസ് തരണം എന്നുള്ളതായിരുന്നു, മനസ്സിലായോ. ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തത്, ഒരു മാജിക് ക്ലെൻസർ, 40 മിൽക്ക് ക്ലെൻസർ. അത് കംപ്ലീറ്റ് ആയിട്ടും ആയുർവേദിക്കുമാണ്. അത് മാത്രമല്ല എന്താ പറയുക, ഒരു രീതിയിൽ സൈഡ് എഫക്റ്റ് ഇല്ല. ഈവൻ കുട്ടികൾക്ക് മുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 100% ഗ്യാരൻറ്റി പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരു കെമിക്കൽ ഒന്നുമില്ല എന്നുള്ളത് ഞാൻ നമ്മുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എടുത്ത് പറയുന്നതല്ല കേട്ടോ. ഇതിനോടകം മേടിച്ച് ഉപയോഗിച്ച ഒരുപാട് പേരുണ്ട്, നമ്മൾ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും തന്നെ അറിയാം. കാരണം നമുക്കിവിടെ പ്രൊഡക്റ്റ് ഇല്ല, അത്രയും ഓർഡേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും മേടിച്ച ക്ലയൻസാണ് നമുക്ക് വീണ്ടും 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 മേടിക്കുന്നതെന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അത്രയും ഒരു പ്രൊഡക്റ്റ്, നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് ലോഞ്ച്
ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ മേടിച്ചിട്ടില്ലെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ സ്കിന്നിൻ്റെ ഡ്രൈനെസ്സും അണ്ണീമണും എല്ലാം മാറി ഒരു ക്ലിയർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അത് വെറുതെ പറയുന്നതല്ല എന്നുള്ളത് മേടിക്കുമ്പോൾ അറിയാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓരോ ഏജിനനുസരിച്ചിട്ടുള്ള ഒരു സ്കിൻ കെയർ നമ്മൾ പ്രോപ്പറാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ പിഗ്മെൻറ്റേഷൻ വന്നോ, ഡ്രൈനെസ് വന്നോ, റിങ്കിൾസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോ, ഡാർക്ക് സ്പോട്ട് ഉണ്ടോ, സ്കിന്ന് നമ്മുടെ ലിപ്പിൻ്റെ ചുറ്റും ഭയങ്കര ഒരു ഡാർക്കായിട്ടിരിക്കുന്നു, കണ്ണ് ഭയങ്കര ഇതാണോ, എന്ത് പ്രശ്നമാണെങ്കിലും ശരി, നിങ്ങളൊരു സ്കിൻ കെയർ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ 3 months നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസും കറക്റ്റ് ഹെൽത്തി ആയിട്ട്, നമ്മൾ ഈ സ്കിൻ കെയർ എന്ന് വെച്ചാൽ എന്താണ്, കറക്റ്റ് ഹെൽത്തി ആയിട്ട് നമ്മൾ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഇവിടെ ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റോ ക്രീമുകളോ ഒന്നുമല്ല ഉപയോഗിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ആ സ്കിൻ കെയർ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുകയാണ്. സ്കിന്നിനെ ക്ലെൻസ് ചെയ്യണം. എപ്പോഴും ക്ലെൻസ് ചെയ്യുന്ന വെച്ചാൽ നന്നായി ക്ലീനാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ടോണർ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ടോൺ ചെയ്യുക വെച്ചാൽ നമ്മൾ ഈ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സെൽസ് എല്ലാം ഓപ്പൺ ആവും. അതിന് ക്ലിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കിന്നിന് മോയ്സ്ചർ ചെയ്ത് വെക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ നൈറ്റ് അതേപോലെ ഡേ ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സൺസ്ക്രീൻ കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ബേസിക് റൊട്ടീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമ്മൾ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറുക എന്നുള്ളതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സെൽസ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒന്ന് റിപ്പയറിങ് ഒക്കെ അവിടെ നടന്നു വരും. സ്കിൻ ബാരിയറിൽ റിപ്പയറിങ് സംഭവിക്കും. സോ സ്കിൻ നല്ല സോഫ്റ്റ് ആവും. പിന്നെ നമ്മൾ പതുക്കെ നമ്മുടെ സ്കിൻ്റെ പ്രശ്നങ്ങൾ ക്ലിയർ ആയി വരും. ഇതാണ് ഞാൻ 3 മാസത്തെ ഗൈഡൻസിലൂടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. കാരണം എല്ലാവർക്കും ചിലപ്പോൾ എന്ത് പ്രൊഡക്റ്റ് മേടിക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, കാരണം നമുക്കൊത്തിരി ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം തന്നെ 3 മാസത്തിൽ അത്രയും നല്ലൊരു റിസൾട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇവിടെ നമ്മൾ ഒരു മാജിക്കോ ഒന്നുമല്ല ഇവിടെ ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഗൈഡൻസ് ആണ് ഞാൻ കൊടുക്കുന്നത്. ഒരു സ്കിൻ നോക്കി കൺസൾട്ട് ചെയ്തതിന് ശേഷം വീഡിയോ കോൾ വഴി കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കും. ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കും. കാരണം ഓരോ പ്രൊഡക്റ്റ് മേടിക്കുക എന്നുള്ളതല്ല, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഉപയോഗിക്കുന്നത് കാണിച്ചു കൊടുക്കും. അതിനുശേഷം കറക്റ്റ് ഒരു 21 ഡേയ്സിൽ ആ ഒരു റിസൾട്ട് നമ്മൾ ഫീൽ ചെയ്യും. അങ്ങനെ 3 പ്രാവശ്യം ഞാൻ 21 ഡേയ്സ് കൂടുമ്പോൾ കൺസൾട്ട് ചെയ്തുകൊണ്ട് 3 മാസത്തിലെ ഒരു ക്ലിയർ സ്കിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് പറ്റുന്നില്ല, നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഗൈഡൻസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ കാരണം അതിന് ഒരുപാട് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്യുക. പ്രോപ്പറായിട്ട് നിങ്ങൾ വെളുക്കാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കറക്റ്റായിട്ട് ഒരു ഹെൽത്തി ആയിട്ട് വെളുക്കുക. നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റൊട്ടീനിലൂടെ നമ്മൾ സ്കിൻ ബ്രൈറ്റ് ആക്കുക. അല്ലാതെ ഇതുപോലെയുള്ള കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഇല്ലാതാക്കിക്കൊണ്ട് എനിക്ക് വെളുത്താൽ മാത്രം മതി എന്ന് ചിന്തിക്കരുത്. നമ്മൾക്ക് സ്കിൻ ക്യാൻസർ വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നാലും കുഴപ്പമില്ല, എനിക്ക് വെളുത്താൽ മതി എന്ന് ചിന്തിക്കരുത്. കാരണം നമ്മളില്ലാതെ പിന്നെ വെളുത്തിട്ട് എന്തോ കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ബ്രൈറ്റ് ആവണോ, നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീനിലൂടെ വെളുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ. നിങ്ങൾക്ക് എല്ലാവരും തന്നെ കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്ത് സ്കിൻ വെളുപ്പിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.